ഹായ് ഓൾ, വെൽക്കം ടു ഈ പഠിപ്പുര. നമ്മൾ SCERT-യുടെ 5ാം ക്ലാസ് സയൻസിലെ ചാപ്റ്റേഴ്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ അറിവിന്റെ ജാലകങ്ങൾ എന്ന ടോപ്പിക്. നോക്കാം. എല്ലാ ജീവികളും ചുറ്റുപാടിൽ നിന്ന് നിരവധി അറിവുകളെ ശേഖരിക്കപ്പെടാറുണ്ട്. ഇര തേടാനും അതുപോലെ ഇണയെ കണ്ടെത്താനും അതുപോലെ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാനും ഒക്കെ നമ്മൾ ചുറ്റുപാടുമുള്ള മാറ്റങ്ങളെ തിരിച്ചറിയാനും ഈ അറിവുകളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ജീവജാലങ്ങൾക്കെല്ലാം ചില ഇന്ദ്രിയങ്ങൾ കാണപ്പെടുന്നുണ്ട്. മനുഷ്യന് പഞ്ചേന്ദ്രിയങ്ങളാണുള്ളത്. കണ്ണ്, ചെവി, അതുപോലെ മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിങ്ങനെ 5 അപ്പോൾ നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് അറിവ് തരുന്ന അവയവങ്ങൾക്ക് പറയുന്ന പേരാണ് ഇന്ദ്രിയങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. മനുഷ്യന് 5 ഇന്ദ്രിയങ്ങളാണുള്ളത്. നമ്മുടെ കണ്ണുണ്ട്, ചെവിയുണ്ട്, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവയാണ്. നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളെ കുറിച്ചൊരു അറിവ് തരുന്ന ഇന്ദ്രിയമാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ദ്രിയം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണാണ്. നമുക്ക് ചുറ്റുമുള്ള അറിവ് തരുന്നതിന്റെ ഏകദേശം 80% നമുക്ക് തരുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കണ്ണാണ് എന്നൊരു പോയിന്റ് കൂടി അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കണ്ണിൽ ഒരു വസ്തുവിന്റെ പ്രതിബിംബം രൂപം കൊള്ളുന്ന ഭാഗമാണ് റെറ്റിന എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ കണ്ണിൽ ഒരു വസ്തുവിന്റെ പ്രതിബിംബം രൂപം കൊള്ളുന്ന ഭാഗത്തിന് പറയുന്ന പേരെന്താണ്? റെറ്റിന എന്ന് പറയും. ഈ റെറ്റിനയില് പ്രതിബിംബം തലകീഴായിട്ടാണ് പതിയുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ചാപ്റ്ററിൽ വളരെ കുറച്ച് ബേസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുള്ളൂ. അങ്ങോട്ട് താഴോട്ട് മുമ്പ് 9ാമത്തെ 10ാമത്തെ ചാപ്റ്ററിൽ 10ാമത്തെ ക്ലാസ്സിൽ നമുക്ക് കണ്ണിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെ നമുക്ക് കിടിലമായിട്ട് പഠിക്കാം. ഇവിടെ ഈ പറയുന്ന ബേസ് കാര്യങ്ങൾ മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ കണ്ണിൽ ഒരു പ്രതിബിംബം തെളിയുന്ന ഭാഗം റെറ്റിന എന്ന് പറയുന്നു. അവിടെ പ്രതിബിംബം തെളിയുന്നത് തലകീഴായിട്ടാണ് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ റെറ്റിനയിൽ സന്ദേശം എത്തിക്കഴിഞ്ഞാൽ ആ സന്ദേശത്തെ തലച്ചോറിലേക്ക് എത്തിക്കുന്നത് ചില നാഡികളാണ്. ആ നാഡികളെ നമുക്ക് നേത്ര നാഡികൾ എന്ന് നമുക്ക് വിളിക്കാം. അപ്പൊ ആ നാഡികളെ നമ്മൾ പറയുന്ന പേരെന്താണടാ? നേത്രനാഡികൾ എന്ന് വിളിക്കാം. ആ നാഡികളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണടാ? നേത്രനാഡികൾ എന്ന് വിളിക്കാം. തലച്ചോറ് ഒരു വസ്തുവിന്റെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ചയാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് തിരിച്ചു തരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, തലച്ചോറിൽ തലകീഴായിട്ടാണ് നമുക്ക് റെറ്റിനൽ പ്രതിബിംബം പതിയുന്നത്. എന്നാൽ നമുക്ക് തിരിച്ചു റിസൾട്ട് തലച്ചോറ് തരുന്നത് യഥാർത്ഥതും നിവർന്നതുമായിട്ടുള്ള ഒരു കാഴ്ചയാണ് തരുന്നത് എന്ന് മനസ്സിലാക്കണം. നേത്രനാഡി അല്ലെങ്കിൽ ഒപ്റ്റിക് നെർവ് എന്നാണ് പറയുന്നത്. നമ്മുടെ തലച്ചോറിന് ശിരോനാഡികളിലെ 2ാമത്തെ ശിരോനാഡിയാണ് നേത്രനാഡി എന്ന് പറയുന്ന ഒപ്റ്റിക് എന്നുകൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. നമുക്ക് 2 കണ്ണുണ്ട് അല്ലെ? നമുക്ക് എന്തിനാണ് 2 കണ്ണ്? ഒറ്റ കണ്ണ് പോരെ എന്ന് നമ്മൾ ചിന്തിക്കും. ഇവിടെ നോക്കാം. 2 കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചു കാണാൻ കഴിയുന്നതിനെ നമുക്കൊരു പേര് വിളിക്കാം. നേത്ര ദർശനം എന്ന് നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ ബൈനോക്കുലർ വിഷൻ എന്ന് നമ്മൾ വിളിക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ 2 കണ്ണും ഒരേ സമയം ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ചു കാണാൻ കഴിയുന്നതാണ് നേത്ര ദർശനം എന്ന് പറയുന്നത്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണടാ? വസ്തുവിന്റെ അകലവും വസ്തുവിന്റെ സ്ഥാനവും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നു എന്നതാണ്. അപ്പോ കണ്ണിന്റെ ഒരു പ്രത്യേകത ചോദിച്ചാൽ നമുക്ക് പറയാം നേത്ര ദർശനം എന്ന് നമുക്ക് പറയാം അല്ലെ? അപ്പൊ കണ്ണിന്റെ ഒരു പ്രത്യേകത എന്താണ്ട്? നേത്ര ദർശനം ആണ് എന്ന് നമുക്ക് പറയാം. എന്നാൽ നമുക്ക് കണ്ണിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയാണ് ത്രിമാന കാഴ്ച, 3D വിഷൻ എന്ന് പറയും. നമ്മുടെ നീളം, വീതി, അതുപോലെ ഉയരം, അതുപോലെ കനം, അകലം എന്നിവയൊക്കെ കറക്റ്റായിട്ട് അറിയാനുള്ള കണ്ണിന്റെ കഴിവാണ് ത്രിമാന കാഴ്ച എന്ന് പറയുന്നത്. അപ്പൊ കണ്ണിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ത്രിമാന കാഴ്ച എന്ന് പറയുന്നത്. അപ്പൊ കണ്ണിന്റെ ഒരു പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞു, നേത്ര ദർശനം പറഞ്ഞു. അതുപോലെ ത്രിമാന കാഴ്ച. ഈ ത്രിമാന കാഴ്ച എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടൊരു കാൽക്കുലേഷൻ, എന്തൊക്കെയാണ് നീളം, വീതി, ഉയരം, കനം, അകലം എന്നിവ നമുക്ക് വ്യക്തമായിട്ട് അറിയാനുള്ള ഒരു കഴിവാണ് നമുക്ക് കണ്ണിന്റെ ത്രിമാന കാഴ്ച എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി മറ്റൊരു പോയിന്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നുണ്ട്. എംബോസ്ഡ് മാപ്പ് എന്ന് പറയുന്ന ഒരു സാധനം, അതായത് പശയിൽ മുക്കിയ നൂല്, അതുപോലെ മണല് എന്നിവ ഉപയോഗിച്ച് നമുക്ക് ഈ കണ്ണ് കാണാൻ കഴിയാത്ത ആൾക്കാർക്ക് സ്പർശനത്തിലൂടെ അറിയാൻ കഴിയുന്ന ഭൂപടങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എംബോസ്ഡ് മാപ്പ് എന്ന് നമ്മൾ വിളിക്കുന്നത്. പഠിച്ചു വെച്ചോ. പരീക്ഷയ്ക്ക് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, ഒരു പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് കേട്ടോ. വളരെ നമുക്ക് കളയാനായിട്ട് ഒരു പോയിന്റും SCERT-ക്കകത്ത് എന്തൊക്കെ ഉണ്ട് അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്ത് വെച്ചിരിക്കണം? പഠിച്ചു വെച്ചിരിക്കണം നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് സിലബസിനകത്ത് കാണാത്തതായിരിക്കാം. ഇനി ഈ പറയുന്ന സാധനമായിരിക്കും ചിലപ്പോൾ എവിടെ ചോദിക്കാം? ജോഗ്രഫിയുടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പോലും നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ പശയിൽ മുക്കിയ നൂല്, അതുപോലെ മണല് എന്നിവ ഉപയോഗിച്ച് സ്പർശിച്ചറിയാവുന്ന ഒരു ഭൂപടമുണ്ട്. ആ ഭൂപടം ആർക്ക് വേണ്ടിയിട്ടാണ്? അന്ധർക്ക് വേണ്ടിയിട്ടുള്ള ഭൂപടമാണ്. അതിന്റെ പേരാണ് എംബോസ്ഡ് മാപ്പ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി അന്ധരെ സഹായിക്കുന്ന മറ്റൊരു സാധനമാണ് വൈറ്റ് കെയിൻ എന്ന് പറയുന്ന ഒരു ഭാഗം.
നിങ്ങൾ ആ ചിത്രത്തിൽ കാണുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ റോഡിലേക്ക് പല ആൾക്കാരും ഇതുപോലെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഒരുപക്ഷെ അവരുടെ കാൽക്കുലേഷൻ തെറ്റുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ സഹായിക്കുകയോ അല്ലെങ്കിൽ റോഡ് മുറിച്ച് കളയ്ക്കാനൊക്കെ നിങ്ങളൊക്കെ ഒരുപക്ഷെ സഹായിക്കുകയോ ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ ഒരുപക്ഷെ ഇത്തരം ഒരു വൈറ്റ് കെയിൻ കാണാനുള്ള സാധ്യതയുണ്ട്. അന്ധരായ ആളുകൾ സുരക്ഷിതമായിട്ട് സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വൈറ്റ് കെയിൻ എന്ന് വിളിക്കുന്നത്. ഇത് ഒരു ഭാരം കുറഞ്ഞ ഒരു പൊള്ളയായ അലുമിനിയം ദണ്ഡാണ്. ശ്രദ്ധിക്കണം, ഒരു ഭാരം കുറഞ്ഞ പൊള്ളയായ ഒരു അലുമിനിയം ദണ്ഡാണ് എന്തെന്ന് പറയുന്നത്? വൈറ്റ് കെയിൻ എന്ന് പറയുന്നത്. ഇതിന്റെ വടിയുടെ അടിയിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള ലോഹഭാഗം വസ്തുക്കളിൽ തട്ടിയുണ്ടാകുന്ന ശബ്ദത്തിലൂടെ വഴിയിലുള്ള തടസ്സത്തെ തിരിച്ചറിയാൻ കഴിയും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാഴ്ചശക്തി കുറഞ്ഞ ആൾക്കാർക്ക് അവരുടെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്ദ്രിയം എന്ന് പറയുന്നത് ചെവിയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു കാര്യത്തിൽ ഒരു കൂർമത, അല്ലെങ്കിൽ കേൾവിയിൽ ഒരു ശക്തമായ ഒരു കൂർമത അവര് ഓട്ടോമാറ്റിക്കായിട്ട് അവരിൽ വരും. അപ്പോൾ അങ്ങനെ ശബ്ദം ഉപയോഗിച്ചായിരിക്കും പിന്നെ, അല്ലെങ്കിൽ ശബ്ദത്തെ മനസ്സിലാക്കിയിട്ടാണ് അവരുടെ അടുത്ത നീക്കങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ലോഹഭാഗം വസ്തുവിൽ തട്ടി ഉണ്ടാവുന്ന ശബ്ദത്തിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വഴിയിലെ തടസ്സങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ വൈറ്റ് കെയിൻ ഉപയോഗിക്കുന്നവർ അന്ധരെ അതുപോലെ മറ്റുള്ളവർക്ക് തിരിച്ചറിയാനും നിങ്ങളൊക്കെ റോഡിൽ പോകുന്ന ആൾക്കാരെ സഹായിക്കുന്നത് പോലെ അവരെ സഹായിക്കാനും കഴിയും അല്ലെ. അയാളുടെ കയ്യിൽ ഈ വടി ഉള്ളപ്പോൾ നമുക്ക് മനസ്സിലാക്കാം പുള്ളി ഒരു അന്ധനാണ് എന്നും നമ്മുടെ സഹായം ആ പുള്ളി ചോദിച്ചില്ലെങ്കിൽ തന്നെയും നമ്മൾ കൊടുക്കണം എന്നൊരു കാര്യവും നമ്മൾ അവിടെ എന്ത് ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യും. അപ്പോൾ വൈറ്റ് കെയിൻ എന്ന് പറയുന്ന ആ ഒരു സാധനം ഓർത്തു വെച്ചേക്കാം. നെക്സ്റ്റ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ബ്രെയിൻ ലിപി ആണ്. അന്ധരായ ആളുകൾക്ക് എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബ്രെയിൻ ലിപി എന്ന് വിളിക്കുന്നത്. കട്ടിയുള്ള കടലാസിൽ തൊട്ടറിയാൻ കഴിയുന്ന വിധം, നമ്മൾ നേരത്തെ ഒരു ഭൂപടം പറഞ്ഞപ്പോൾ അതുപോലെ തന്നെയാണ് അവരുടെ കയ്യിലൂടെ തൊട്ട് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെയും അന്ധരായ ആൾക്കാർക്ക് എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ഒരു ലിപി സമ്പ്രദായത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബ്രെയിൻ ലിപി എന്ന് പറയുന്നത്. ഒരു കട്ടിയുള്ള കടലാസ്, അതിൽ തൊട്ടറിയാൻ കഴിയുന്നതും ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ വഴി അക്ഷരങ്ങൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കണ്ടെത്താൻ കഴിയും. ഫ്രഞ്ചുകാരനായ ലൂയി ബ്രെയിൻ ആണ് ഈ രീതി വികസിപ്പിച്ചത്. അതുകൊണ്ട് ഈ ലിപിക്ക് നമുക്ക് ബ്രെയിൻ ലിപി എന്ന് വിളിക്കാം. ട്രെയിനിലൊക്കെ കയറുന്ന സമയത്തും അതുപോലെ ട്രെയിനിലെ ഏതാണ് കോച്ചെന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ആ ട്രെയിൻ കയറുന്നതിന്റെ ആ ഒരു ഇടതുവശത്തായിട്ട് അല്ലെങ്കിൽ കയറുന്നതിന്റെ ഒരു ഭാഗത്ത് ഒരു വശത്ത് പിന്നെ നമുക്ക് കൈ കഴുകാനും മറ്റുമുള്ള പൈപ്പ് മറ്റുമൊക്കെ കാണും. മറുവശത്തായിട്ട് ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ബ്രെയിൻ ലിപിയും എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ ട്രെയിനിലെയും എല്ലാ ബോഗികളിലും. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് ബ്രെയിൻ ലിപി എന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത, അന്ധരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന എന്തെല്ലാം സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്? ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഒരിക്കൽ PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അന്ധരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന ഏതെല്ലാം സംവിധാനങ്ങൾ എന്ന് ചോദിച്ചാൽ ഒന്ന് വൈറ്റ് കെയിൻ ഉണ്ട്, അതുപോലെ ബ്രെയിൻ ലിപി ഉണ്ട്, അതുപോലെ ടാക്ടൈൽ വാച്ച് ഉണ്ട്, അതുപോലെ ടോക്കിംഗ് വാച്ച് ഉണ്ട്. ഓർക്കണേ, വൈറ്റ് കെയിൻ, ബ്രെയിൻ ലിപി, ടാക്ടൈൽ വാച്ച്, അതുപോലെ ടോക്കിംഗ് വാച്ച് എന്നിവ ആരെ സഹായിക്കാനുള്ളതാണടാ? അന്ധരെ സഹായിക്കാനുള്ള സംവിധാനങ്ങളാണ് എന്നത് മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ? മറക്കല്ല, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചതാ. അതാ ഞാൻ പറഞ്ഞത്, ടെക്സ്റ്റ് ബുക്കിനകത്ത് നിന്നും കൃത്യമായിട്ട് ചോദ്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്ക് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. ടെക്സ്റ്റ് ബുക്ക് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ളത് കൃത്യമായിട്ട് പഠിച്ചാൽ ഒരു പരിധി വരെയുള്ള മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അടുത്ത് നോക്കാം, കണ്ണുകളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത. വളരെ പ്രാധാന്യമുള്ളതാണ് കണ്ണുകൾ. ഞാൻ പറഞ്ഞു, നമ്മുടെ ശരീരത്തിലെ ജ്ഞാനേന്ദ്രിയങ്ങളുടെ അല്ലെങ്കിൽ വസ്തുക്കളെ തിരിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റി 5 ഇന്ദ്രിയങ്ങൾ വഴിയാണെങ്കിലും 80% നിന്റെ കണ്ണ് വഴിയാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ കണ്ണിനെ സംരക്ഷിക്കണം. എങ്ങനെ സംരക്ഷിക്കണം? കണ്ണിൽ പൊടി വീണാൽ അതിനെ ഊതുകയോ തിരുമുകയോ ചെയ്യരുത്. തണുത്ത വെള്ളം കൊണ്ട് കഴുകി കളയുകയാണ് ചെയ്യേണ്ടത് അല്ലെ. നമുക്ക് കണ്ണിൽ വീണ ഉടനെ നമുക്കൊരു പരിപാടിയാണ്, ഒരു തിരിയലുണ്ട്. അതല്ല നമുക്ക് ആവശ്യം. കണ്ണിൽ തണുത്ത വെള്ളം കൊണ്ട് കഴുകി അതിനെ കളയുക. അതുപോലെ മങ്ങിയ പ്രകാശത്തിലോ തീവ്രപ്രകാശത്തിലോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ ഒന്നും എന്ത് ചെയ്യാൻ ശ്രമിക്കരുത്? വായിക്കാൻ ശ്രമിക്കരുത്. മങ്ങപ്രകാശത്തിൽ വായിക്കരുത്, അതുപോലെ തീവ്രപ്രകാശത്തിലും വായിക്കാൻ ശ്രമിക്കരുത്. അതുപോലെ ബസ്സിലും മറ്റുമൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുലുങ്ങിയൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കരുത്? വായിക്കാൻ ശ്രമിക്കരുത്. അത് നിന്റെ കാഴ്ചയെ ബാധിക്കും. ഇനി TV കാണുമ്പോൾ TVക്ക് അകത്ത് കയറിയിരുന്ന് വായിക്കാതെ ഒരു നിശ്ചിത അകലം പാലിച്ചു വേണം നമ്മൾ എന്ത് ചെയ്യാൻ? TV കാണാൻ. അതുപോലെ മുറിയിൽ ആവശ്യത്തിന് വെളിച്ചവും ഉണ്ടാകണം എന്നതും ശ്രദ്ധിക്കണം. അപ്പൊ TV കാണുമ്പോൾ ഒരു നിശ്ചിത അകലം പാലിക്കണം. ലൈറ്റ് അണച്ചിട്ട് TV കാണരുത്. ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു വെളിച്ചം നമുക്ക് വേണമെന്ന് മനസ്സിലാക്കണം. അതുപോലെ രാസവസ്തുക്കൾ, നമ്മൾ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോഴൊക്കെ രാസവസ്തുക്കൾ കണ്ണിൽ വീഴാതെ ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മൾ പെയിന്റ് പണി പോകുന്ന ആൾക്കാർ അതുപോലെ രാസവസ്തുക്കൾ വീഴാതെ ശ്രദ്ധിക്കണം. അത് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്.
ഏത് ജോലി മേഖലയിലുള്ളവരും രാസവസ്തുക്കൾ കണ്ണിൽ വിടാതെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ കളിക്കുമ്പോൾ കൂർത്ത വസ്തുക്കൾ കണ്ണിൽ കൊള്ളാതെ ശ്രദ്ധിക്കണം. കളിക്കുമ്പോഴാണെങ്കിലും അതുപോലെ ജോലി ചെയ്യുമ്പോഴാണെങ്കിലും നമ്മുടെ കുട്ടികളായതുകൊണ്ട് അല്ലെങ്കിൽ അവർക്കുള്ളതായതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത്. ഇപ്പൊ കളിക്കുമ്പോൾ കൂർത്ത വസ്തുക്കളൊന്നും എന്ത് ചെയ്യാതെ ശ്രമിക്കണം, കണ്ണിൽ കൊള്ളാതെ ശ്രദ്ധിക്കണം. ഇനി അടുത്തത് സ്നെല്ലർ ചാർട്ട്. നേരത്തെ നമ്മൾ ബ്രെയിൻ ലിപി എന്നൊരു സാധനം പറഞ്ഞു. അത് കാഴ്ച ഇല്ലാത്ത ആൾക്കാരുടെ അവർക്ക് എഴുതാനും വായിക്കാനുള്ള ഒരു ലിപിയാണ് നമ്മൾ ബ്രെയിൻ ലിപി എന്ന് പറഞ്ഞത്. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞ സ്നെല്ലർ ചാർട്ട്. കണ്ണിന് എന്തെങ്കിലും വേദനയോ കാഴ്ചക്കുറവോ തോന്നുന്ന ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയങ്ങളിൽ നമ്മൾ കണ്ണാശുപത്രിയിലോ മറ്റുമൊക്കെ പോയി കണ്ണിന്റെ കാഴ്ചയൊന്ന് ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളിതാ എൻ്റെ തൊട്ട് പിറകിൽ കാണുന്ന ഈ പറയുന്ന ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനകത്ത് ഇംഗ്ലീഷ് കാണും, അതുപോലെ മലയാളം കാണും, അതുപോലെ പിന്നെ 1, 2, 3, 4 ലിപികൾ കാണും. ഇതൊക്കെ കാണും അല്ലെ. ഓരോരുത്തർക്ക് അവർക്ക് എന്താണ് പറ്റുന്നത് അത് ചെയ്യാറുണ്ട്. എന്താണ് സ്നെല്ലർ ചാർട്ട്? സ്നെല്ലർ ചാർട്ടിൽ അക്ഷരങ്ങളോ അക്കങ്ങളോ ചിഹ്നങ്ങളോ വ്യത്യസ്ത വരികളിൽ 7 വരികളായിട്ട് കാണാം. അപ്പോ വ്യത്യസ്തമായ വലിപ്പത്തിൽ 7 വരികളായിട്ടാണ് കാണുന്നത്. ഇത് പ്രാഥമികമായും കാഴ്ച പരിശോധിക്കാനുള്ള അളവുകോലാണ്. ഓക്കെ, അപ്പോ ഓർത്തു വെച്ചിരിക്കാനാടാ, ഈ പ്രാഥമികമായി കാഴ്ച പരിശോധിക്കുന്ന മാർഗം എന്ന് ചോദിച്ചിട്ട് സ്നെല്ലർ ചാർട്ടും മറ്റു പല സമ്പ്രദായങ്ങളും തന്നാൽ അവിടെ നമ്മൾ എഴുതേണ്ടത് സ്നെല്ലർ ചാർട്ടാണ്. നിങ്ങൾക്ക് ആശുപത്രി പോയ ആൾക്കാർക്കറിയാം, നിങ്ങൾ എത്ര വലിയ ബുദ്ധിമുട്ട് കണ്ണിന്റെ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് പോയാലും ആദ്യം ഇതാണ് പരിശോധിക്കുന്നത്. ഇവിടെ നിന്നാണ് പിന്നെ മുന്നോട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പോകുന്നത്. 6 മീറ്റർ അകലെ നിന്നാണ് വായിക്കേണ്ടത്. ഈ പോയിന്റുകളൊക്കെ ഓർത്ത് വെക്കാനാടാ. ഓർക്കേണ്ട പോയിന്റുകൾ എന്തൊക്കെയാണെടാ? ഇവിടെ ഒരു വ്യക്തമായ 6 മീറ്റർ അകലെ വേണമെന്ന് ഓർത്തു വെച്ചിരിക്കണം. അതുപോലെ നമുക്ക് പിന്നെ സ്കൂളിലെ സ്നെല്ലർ ചാർട്ട് ഉപയോഗിച്ച് നിങ്ങളുടെ കാഴ്ച ഏറ്റവും താഴെയുള്ള അക്ഷരങ്ങൾ അത് നോക്കണ്ട. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. സ്നെല്ലർ ചാർട്ടിൽ അക്ഷരമോ അക്രമോ ചിഹ്നമോ വ്യത്യസ്ത വലിപ്പത്തില് എത്ര വരിയാണ്? 7 വരിയും 6 മീറ്റർ അകലും. ഇതാണ് പോയിന്റ് ഓർത്തു വെച്ചേണ്ടത്. 7 വരികളും 6 മീറ്റർ അകലവും. അതാണ് മനസ്സിലാക്കേണ്ടത്. എത്ര വരികൾ നമ്മൾ വായിക്കുന്നു എന്നതിനനുസരിച്ച് നമ്മുടെ കാഴ്ചയുടെ വ്യത്യാസത്തെ അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് മരയോന്ത്, അതുപോലെ മൂങ്ങ, പൂച്ച എന്നിങ്ങനെയുള്ള ചില ജീവിതം. നമുക്ക് സാധാരണ ജന്തുലോകം എന്ന് പറയുന്ന നമ്മുടെ പരീക്ഷയുടെ ആ ഒരു സിലബസിൽ പറയപ്പെടുന്നില്ല എങ്കിൽ പോലും ഇത് SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് അതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉപയോഗപ്പെടും. അപ്പോൾ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തമാണ് മരയൊന്നിന്റെ കണ്ണെന്ന് പറയുന്നത്. അവയ്ക്ക് ഒരേ സമയം കണ്ണുകളെ 2 വ്യത്യസ്ത ദിശയിലേക്ക് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാൻ അവർക്ക് എന്ത് ചെയ്യുന്നു, കഴിയുന്നുണ്ട്. അപ്പൊ മരയോന്തിന്റെ പ്രത്യേകത എന്താണ്ടാ? മരയോന്തിന്റെ കണ്ണ് ഒരേ സമയം കണ്ണുകളെ 2 വ്യത്യസ്ത ദിശയിലേക്ക് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ചകളെ ഒരേ സമയം കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. നമുക്കിപ്പോ നമ്മളെ 2 പേര് ആക്രമിക്കാൻ വന്നാൽ നമ്മൾ എങ്ങനെയായിരിക്കും? വാവ് വാവ് അല്ലെ. നമ്മൾ ഒരു സൈഡ് കണ്ണ് മറു സൈഡ് കണ്ണ് അല്ലെ. ഒരേ സമയത്ത് നമുക്ക് 2 ശത്രുക്കളെ നേരിടാൻ പറ്റിയില്ല എങ്കിൽ മരയോന്തിന് എന്തു ചെയ്യാം? ഈ സൈഡിലുള്ള ശത്രുവിനെ ഈ കണ്ണുകൊണ്ടും ആ സൈഡിൽ ശത്രുവിനെ ആ കണ്ണുകൊണ്ടും നോക്കാമെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണ് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് മൂങ്ങയെ കുറിച്ചാണെങ്കിൽ, മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായി വലിയ 2 കണ്ണുണ്ട്. മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായിട്ട് വലിയ 2 കണ്ണുണ്ട്. തല പിറകോട്ട് തിരിച്ച് പിറകിലെ കാഴ്ചകൾ കാണാൻ ഇവയ്ക്ക് സാധിക്കും. കണ്ടോ, ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായിട്ട് 2 വലിയ കണ്ണുണ്ട്. കണ്ടോ, കണ്ണു മുഴിച്ചിരിക്കുന്നുണ്ടോ? പക്ഷേ ഇവരുടെ പ്രത്യേകത എന്താ? ഇവയ്ക്ക് തലയെ പിറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ച കാണാൻ സാധിക്കും. നമ്മൾ തല പുറകിലോട്ട് തിരിക്കാൻ നിന്നാൽ കഴുത്തൊടിയും അല്ലെ, നമുക്കത് സാധിക്കില്ല. പക്ഷെ മൂങ്ങയ്ക്ക് അത് സാധിക്കും. അപ്പൊ മരയോന്തിന് ഒരു പ്രത്യേകത, മൂങ്ങയ്ക്ക് മറ്റൊരു പ്രത്യേകത. ഇനി നമുക്കടുത്ത് പൂച്ചയുടെ പ്രത്യേകത നോക്കാം. പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചും കാണപ്പെടും. നോക്കടാ, പൂച്ചയുടെ കണ്ണിന്റെ കൃഷ്ണമണിക്കാണ് പ്രത്യേകത. കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചും കാണപ്പെടും. നേരിയ പ്രകാശത്തെ പോലും ഉപയോഗിക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. അതിനാൽ മങ്ങിയ പ്രകാശത്തിലും ഇവയ്ക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്കറിയാം, ഈ പൂച്ച എന്ന് പറയുന്ന സാധനമാണ് മിക്കവാറും ഒക്കെ ഈ വാഴയുടെ ഇടയിൽ ചെന്ന് ഒരു അനക്കം ഉണ്ടാക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ രാത്രി സമയങ്ങളിൽ വാഴയുടെ അടുത്ത് ഒരു അനക്കം കാണും. അപ്പൊ അവിടെ എന്ത് പ്രേതമാണോ അല്ലെ, ഒരു പ്രത്യേക ആകൃതിയൊക്കെ കാണുമ്പോൾ ഒരു മങ്ങിയ വെളിച്ചത്തിൽ പ്രേതമാണോ എന്നൊക്കെ നമുക്ക് തോന്നും. നമ്മൾ ചിന്തിക്കാറുണ്ട്, ഈ കാട്ടിന്റെ ഇടയിൽ കൂടെയൊക്കെ പൂച്ച എങ്ങനെയാണ് ഓടി പറഞ്ഞ് അടിപൊളിയായിട്ട് പോകുന്നതെന്ന് വിചാരിക്കാറുണ്ട്. കാരണം പൂച്ചയ്ക്ക് രാത്രിയും കുറച്ചുകൂടി നമ്മളെക്കാളും നല്ല വ്യക്തമായിട്ട് രാത്രി കാഴ്ചകൾ, മങ്ങിയ കാഴ്ചകൾ കാണാൻ സാധിക്കുമെന്നതാണ് പൂച്ചയുടെ പ്രത്യേകത. അപ്പോൾ മരയോന്തിന്റെ പ്രത്യേകത, മൂങ്ങയുടെ പ്രത്യേകത, പൂച്ചയുടെ പ്രത്യേകത മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത് നോക്കാം. അടുത്തത് നമ്മുടെ ഈ പുസ്തകത്തിനകത്ത് പറയുന്ന കേൾവിയെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് ആ. കേൾവിയുമായി ബന്ധപ്പെട്ടതുപോലെ നമുക്കൊരു വലിയ ചാപ്റ്റർ അപ്പുറത്ത് പഠിക്കാനുണ്ട്. ആ ചാപ്റ്ററിൽ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരും.
ഇപ്പൊ ഇത്രയും ശ്രദ്ധിക്കുക. കേൾവി സഹായിക്കുന്ന മനുഷ്യശരീരത്തിന്റെ ഭാഗമാണ് ചെവി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു കണ്ണെന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെ കാഴ്ച എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ കുറച്ചുകൂടി സൂക്ഷ്മത ഉള്ളത് ചെവിക്കാണ്. ശബ്ദം ചെവിക്കുള്ളിലെ പല ഭാഗത്തിലൂടെ കടന്നുപോയി തലച്ചോറിലെത്തുമ്പോഴാണ് ശബ്ദം തിരിച്ചറിയുന്നത്. ആ ചെവിക്കുള്ളിലുള്ള പല ഭാഗങ്ങൾ ഏത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത വലിയ ചാപ്റ്ററുകളിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ശബ്ദം ചെവിക്കുള്ളിലെ പല ഭാഗങ്ങളിലൂടെ കടന്നുപോയി തലച്ചോറിലെത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ശബ്ദം തിരിച്ചറിയുന്നത്. അപ്പൊ നമുക്ക് ചെവി തന്നെ 3 ഭാഗമുണ്ട്. ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. അപ്പോൾ ഇവിടേക്ക് ആദ്യം ബാഹ്യകർണം, രണ്ടാമത് മധ്യകർണം, മൂന്നാമത് ആന്തരകർണം. അവിടെ നിന്ന് നേരെ തലച്ചോറിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ശബ്ദം എന്ത് ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇന്ദ്രിയങ്ങൾ ഉണ്ടെങ്കിലും ആ ഇന്ദ്രിയങ്ങളിൽ നിന്നുമുള്ള വിവരങ്ങൾ നിന്റെ തലച്ചോറിലെത്തി നിന്റെ തലച്ചോറ് മറുപടി തരുമ്പോൾ മാത്രമാണ് നിനക്കത് എന്ത് ചെയ്യാൻ കഴിയുന്നത്, ഉണരാൻ കഴിയുന്നത് എന്ന് മനസ്സിലാക്കണം. കണ്ണുണ്ട് എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. കണ്ണിൽ നിന്നുമുള്ള ഇൻഫർമേഷൻ നിന്റെ തലച്ചോറിലെത്തി തലച്ചോറ് നിനക്കൊരു മറുപടി തരുന്നതാണ് നിന്റെ കാഴ്ച എന്ന് പറയുന്നത്. അപ്പൊ തലച്ചോറ് തരുന്നതാണ് കാഴ്ച. അതുപോലെ ചെവിയിൽ നിന്നും നിന്റെ തലച്ചോറിലെത്തി തലച്ചോറ് നിനക്കൊരു മറുപടി തരുന്നതാണ് നിന്റെ കേൾവി. മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം എന്നിങ്ങനെ മനുഷ്യന് 3 ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അടുത്ത് നോക്കടാ, ബാഹ്യകർണം ഇല്ലെങ്കിലും ആന്തരകർണം ഉപയോഗിച്ച് തറയിലുണ്ടാവുന്ന നേരിയ ചലനം പോലും തിരിച്ചറിയാൻ കഴിയുന്ന ജീവിയാണ് പാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ പാമ്പിന്റെ പ്രത്യേകത നോക്കിക്കോടാ, പാമ്പിന് ബാഹ്യകർണമില്ല. നിങ്ങൾ പാമ്പിനെ നോക്കിയാൽ പാമ്പിൻ്റെതാ ഇതുപോലത്തെ ചെവിയൊന്നും കാണാൻ കഴിയില്ല. പക്ഷെ അവന് ചെവി ഉണ്ടോ? ഉണ്ട്. അവന് ആന്തരകർണമുണ്ട്. അതുപയോഗിച്ച് തറയിലുണ്ടാകുന്ന നേരിയ ചലനം പോലും തിരിച്ചറിയാൻ കഴിയുന്ന ജീവിയാണ് ആരെന്ന് പറയുന്ന പാമ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. അടുത്ത് നോക്കിക്കോടാ, പാമ്പിന്റെ പ്രത്യേകത, പാമ്പിന് ബാഹ്യകർണമില്ല. ആന്തരകർണം ഉപയോഗിച്ച് തറയിലുണ്ടാകുന്ന നേരിയ ചലനത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നു. അതായത് പാമ്പിന് വായുവിലൂടെ വരുന്ന ശബ്ദം കേൾക്കാൻ കഴിയില്ല, പക്ഷേ പ്രതലത്തിലൂടെ വരുന്ന ശബ്ദത്തെ തിരിച്ചറിയാൻ കഴിയും. മനസ്സിലാക്കണം, പാമ്പിന് വായുവിലൂടെ വരുന്ന ശബ്ദത്തെ തിരിച്ചറിയാൻ കഴിയില്ല, പക്ഷെ പ്രതലത്തിലൂടെ വരുന്ന ശബ്ദത്തെ എന്ത് ചെയ്യാൻ കഴിയുന്നു, അവന് തിരിച്ചറിയാൻ കഴിയുന്നു എന്ന് മനസ്സിലാക്കണം. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ആ പോയിന്റ് ശ്രദ്ധിക്കണേ. അടുത്ത് നോക്കാം. മണമറിയാൻ കഴിയുന്ന ഒരു അവയവമാണ് മൂക്ക് എന്ന് പറയുന്നത്. നമുക്കറിയാം, മണം അറിയാനും അതുപോലെ നമുക്ക് ശ്വസിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു അവയവമാണ് മൂക്ക്. അപ്പൊ മണമറിയാൻ സഹായിക്കുന്ന അവയവമാണ് മൂക്ക് എന്ന് പറയുന്നത്. മനുഷ്യന് പൊതുവെ ജീവികളെ അപേക്ഷിച്ച് ഘ്രാണശക്തി കുറവാണ് കേട്ടോ. നമുക്ക് മണം പിടിക്കാനുള്ള ശക്തി എന്താണ്? കുറവാണ്. അപ്പൊ മനുഷ്യന് പൊതുവെ ഘ്രാണശക്തി കുറവാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഗർഭിണികളായ സ്ത്രീകൾക്ക് സാധാരണ ആൾക്കാരെ അപേക്ഷിച്ച് അല്പം ഘ്രാണശക്തി കൂടുതലാണെന്ന് കൂടി എന്ന് മനസ്സിലാക്കണം കേട്ടോ. ഇനി ഘ്രാണശക്തിയിലെ വമ്പന്മാർ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും ഘ്രാണശക്തിയിൽ മുമ്പ് നിൽക്കുന്നവർ ഒന്ന് സ്രാവ്. കടലിൽ വളരെ അകലത്തിൽ രക്തം വീണാൽ പോലും അത് തിരിച്ചറിയാൻ അല്ലെങ്കിൽ മണത്തറിയാൻ കഴിയുന്ന ഒരു ജീവിയാണ് സ്രാവ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ സാധാരണ കുറ്റാന്വേഷണത്തിൽ ഉപയോഗിക്കുന്നത് നായ്ക്കളെ ആണെങ്കിലും ശരിക്കും അവരെക്കാളും നല്ല ഒരു കപ്പാസിറ്റി സ്രാവിനുണ്ട്. പക്ഷെ നമുക്ക് ഇവന്മാരെ കരയിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, കുറ്റാന്വേഷണം നടത്താൻ പറ്റൂല അല്ലെ. അപ്പൊ കടലിൽ വളരെ അകലം രക്തം വീണാൽ പോലും മണത്തറിയാൻ കഴിയുന്ന ഒരു ജീവിയാണ് സ്രാവ്. ഇനി പാമ്പാണെങ്കിലോ, പാമ്പുകൾ ഇടയ്ക്കിടെ നാവ് പുറത്തുവിടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഗന്ധം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. പാമ്പുകൾ ഇടയ്ക്കിടെ നാവ് പുറത്തേക്ക് ഇടുന്നത് ഗന്ധം തിരിച്ചറിയാനാണ്. ഇനി നായയുടെ പ്രത്യേകത നോക്കിക്കോ. മണത്തറിയാനുള്ള കഴിവ് ഏറെയുള്ള ജീവിയാണ് നായ. ഈ നായ്ക്കള് അവ സഞ്ചരിക്കുന്ന വഴിയിൽ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുന്നത് തിരിച്ചു വരാനുള്ള വഴി മണത്തറിയുന്നതിന് വേണ്ടിയാണ്. കണ്ടോ, എനിക്ക് വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ഈ നായ്ക്കൾക്ക് വഴിതെറ്റി പോകാതിരിക്കാനുള്ള ഒരു അടവാണ് ഇവർ ഇടയ്ക്കിടയ്ക്ക് വഴിയിൽ മൂത്രം ഒഴിക്കുന്നത് അല്ലേ. നമ്മൾ വിചാരിക്കും ഈ നായ്ക്കൾ ഇടയ്ക്കിടയ്ക്ക് ഇവനെന്താ മൂത്രത്തില് കല്ലുണ്ടോ അല്ലെങ്കിൽ മൂത്രം എപ്പോഴും ഒഴിക്കുന്ന അസുഖം ഉണ്ടോ എന്ന് വിചാരിക്കും. അതല്ല, നായ്ക്കളുടെ പ്രത്യേകത അവർ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിച്ചുകൊണ്ട് പോകുന്നത് അവന്റെ പോകുന്ന വഴിയിൽ ഇതുപോലെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നായ്ക്കൾക്ക് മണം പിടിക്കാനുള്ള കഴിവ് വളരെ കൂടുതലായതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു കുറ്റാന്വേഷണ രംഗത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് നായകളാണ്. അടുത്ത നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്ന ചെറിയൊരു പോയിന്റ് ഉണ്ട്. ഉറങ്ങുന്ന നായയുടെ സമീപത്തുകൂടി ശബ്ദമുണ്ടാക്കാതെ നടന്നാൽ പോലും അത് ചെവി ഉയർത്തിപ്പിടിക്കുന്നത് എന്തുകൊണ്ട്? ഉറങ്ങുന്ന നായയുടെ സമീപത്തുകൂടി ശബ്ദമുണ്ടാക്കാതെ നടന്നാൽ പോലും അത് ചെവി ഉയർത്തിപ്പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? മികച്ച കേൾവി ശക്തി നായ്ക്കുണ്ട്. ശബ്ദസ്രോതസ്സിന്റെ ദിശയിലേക്ക് ചെവിയെ ചലിപ്പിക്കാനുള്ള കഴിവും നായ്ക്കൾക്കുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അപ്പുറത്തെ നമ്മുടെ ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലാണ്. പക്ഷെ ഞാൻ നായ്ക്കളുമായി ബന്ധപ്പെട്ട രണ്ടും ഒരുമിച്ച് നോട്ടാക്കിയതാണ്. അപ്പൊ മികച്ച കേൾവി ശക്തി നായ്ക്കുണ്ട്. അതുപോലെ നായ്ക്ക് എന്തുണ്ട്? നമ്മൾ മണം പിടിക്കാനുള്ള ശക്തി ഉണ്ട് എന്നതുപോലെ തന്നെ മികച്ച കേൾവി ശക്തിയുണ്ട്. ശബ്ദസ്രോതസ്സിന്റെ ദിശയിലേക്ക് ചെവി ചലിപ്പിക്കാനുള്ള കഴിവും ആർക്കുണ്ട്? നായ്ക്കൾക്കുണ്ട് എന്നത് മനസ്സിലാക്കുക. ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത രുചി. ഭക്ഷണം ഉമിനീരിൽ അലിഞ്ഞ് നാക്കിലുള്ള രസമുകുളങ്ങളെ ഉത്തേജിപ്പിക്കും. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ആദ്യം ഉമിനീരിൽ അലിയുന്നു.
ആ ഉമിനീരിൽ അലിയുന്നത് നമ്മുടെ നാക്കിലെ രസമുകുളങ്ങളെ ഉത്തേജിപ്പിക്കും. ഉത്തേജനങ്ങൾ സന്ദേശമായി നാഡികൾ വഴി തലച്ചോറിലെത്തുമ്പോൾ രുചി അറിയും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കാഴ്ചയുമായി ബന്ധപ്പെട്ട നാഡികൾ വഴി തലച്ചോറിലെത്തി, കേൾവിയുമായി ബന്ധപ്പെട്ട നാഡികൾ വഴി തലച്ചോറിലെത്തി, അതുപോലെ രുചിയാണെങ്കിലും രുചിയുമായി ബന്ധപ്പെട്ട നാഡികൾ വഴി തലച്ചോറിൽ ഇൻഫർമേഷൻ എത്തുമ്പോഴാണ് തലച്ചോറ് നമുക്ക് തരുന്ന ഫീലിംഗ് ആണ് എന്തെന്ന് പറയുന്നത്, രുചി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എല്ലാം തലച്ചോറാണ് നമുക്ക് ആ ഒരു റിസൾട്ട് തരുന്നത് എന്നത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ വിശകലനം ചെയ്തൊരു ഒരു 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 പോയിന്റിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് തലച്ചോറാണ്. ആഹാരത്തിന്റെ ഉപ്പ്, പുളി, മധുരം, കയ്പ് എന്നിവ അറിയുന്നത് നാവിലെ രസമുകുളങ്ങളുടെ സഹായത്താലാണ് എന്നത് മനസ്സിലാക്കുക. അപ്പോൾ ആഹാരത്തിന്റെ ഉപ്പ്, അതുപോലെ പുളി, അതുപോലെ മധുരം, അതുപോലെ കയ്പ് എന്നിവ അറിയുന്നത് നാവിലെ ഏത് ഭാഗത്തിന്റെ സഹായത്താലാണ് എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് പറയാം രസമുകുളങ്ങളുടെ സഹായത്താലാണ്. ഇനി അടുത്ത് സ്പർശന ശക്തി, അതായത് നമ്മുടെ ത്വക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത് സ്പർശന ശക്തി. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്പർശന ശക്തി കൂടുതലുള്ള ഭാഗങ്ങൾ നമ്മുടെ വിരൽ തുമ്പുകളും അതുപോലെ നമ്മുടെ കവിള്, അതുപോലെ ചുണ്ടുകൾ എന്നീ ഭാഗങ്ങളിൽ സ്പർശന ശക്തി കൂടുതലുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ സ്പർശന ശക്തി ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെയല്ല, ഓരോ ഭാഗത്തും വ്യത്യസ്തത ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഇവിടെ എടുത്തു പറയുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് വിരൽ തുമ്പ്, കവിള്, ചുണ്ടുകൾ എന്നിവ സ്പർശന ശക്തി കൂടിയ പ്രദേശങ്ങളാണ്. സ്പർശനത്തിലൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ ചൂട് തിരിച്ചറിയാൻ കഴിയുന്നു, മിനുസം തിരിച്ചറിയാൻ കഴിയുന്നു, മാർദ്ദവം തിരിച്ചറിയാൻ കഴിയുന്നു, ആകൃതി തിരിച്ചറിയാൻ കഴിയുന്നു, വലിപ്പം തിരിച്ചറിയാൻ കഴിയുന്നു. ഇതൊക്കെ നമുക്ക് സ്പർശനത്തിലൂടെ എന്ത് ചെയ്യാൻ കഴിയുന്ന സംഭവങ്ങളാണ്, തിരിച്ചറിയാൻ കഴിയുന്ന സംഭവങ്ങളാണ്. ത്വക്കിനെ കുറിച്ചും നമുക്ക് അടുത്ത വേറെ വലിയ ചാപ്റ്ററുകളിലൊക്കെ, വലിയ ക്ലാസ്സിലൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ അവിടെ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോ നമ്മുടെ ഈ പഠിപ്പുര എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണം നമുക്ക് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് 8ാം ക്ലാസ് വരെയുള്ള എല്ലാ ചാപ്റ്ററുകളും ഇതുപോലെ കൃത്യമായിട്ട് നമ്മൾ ഇട്ട് തരുന്നതായിരിക്കും. അപ്പം കൃത്യമായിട്ട് നിങ്ങൾ നമ്മുടെ കണക്ഷനിൽ ഇരിക്കുക. ഓക്കെ, ഇനി അതുപോലെ ഇതിന്റെ നോട്ട് ഞാൻ നമ്മുടെ ടെലഗ്രാമിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ മറ്റൊരു സെക്ഷനിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ, താങ്ക് യു.